സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം മാറാനുള്ള തീരുമാനം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ്. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്, വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. ഫയൽ നീങ്ങുന്നത് വളരെ അവധാനതയിലാണ് ഫയൽ നീക്കമൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹത ആരോപിക്കലാണല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയാം, പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇത് പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. എല്ലാ കാര്യങ്ങളും രേഖാമൂലമല്ലല്ലോ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചില ആശയവിനിമയം സാധാരണഗതിയിൽ നടക്കുമല്ലോ. അതാ പറഞ്ഞ എല്ലാ കാര്യവും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പുലർത്തേണ്ട ഒരു മര്യാദ ഞാൻ പുലർത്തും. പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന സമയത്ത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തതിൽ ദുരൂഹത ആരോപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അല്ല, അതാ പറഞ്ഞത്, പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന്. പ്രതിപക്ഷം ഇന്നല്ല പ്രതിപക്ഷം അറിയുന്നത്. പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരും എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴല്ല, അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയാമായിരുന്നു. ഈ സമയത്ത് തന്നെ ഇത് വരും. സമയം വൈകിയെന്നാണ് ഞാൻ പറഞ്ഞത്. അല്പം വൈകിപ്പോയി, കാരണം ഫയൽ നടപടികളൊക്കെ നീങ്ങുന്നതിൽ. നമ്മുടെ ഒരു കാര്യം പറയാം, സർക്കാരിൻ്റെ മുമ്പിൽ ഈ വിഷയം കുറേ കാലമായിട്ടുള്ളതാണ്. കുറേ കാലമായിട്ടുള്ള ആവശ്യമാണ്. ഇതുപോലെ നിരവധി ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ടൂറിസത്തിൻ്റെ വീക്ഷണത്തിലും ഒക്കെ. ഇതിലെല്ലാം പൊതുവിൽ എല്ലാവർക്കും യോജിപ്പാണുള്ളത്.